ഹായ് ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഓഡിയോ ഇൻസ്റ്റാളേഷനിൽ യൂസ് ചെയ്യുന്ന ഒരു രണ്ട് പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്താനായിട്ടാണ്. ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചാണ്. ഇതൊരു സിലിക്കോൺ മെറ്റീരിയൽ വരുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഇത് സ്പീക്കർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഉള്ളിലോട്ട് വെച്ച് സ്ക്രൂ ചെയ്യാണ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഡോർ പാഡിൻ്റെ ഉള്ളിലൂടെ ഇറങ്ങുന്ന വെള്ളം അതിനൊക്കെ ഈ മാഗ്നറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. കൂടാതെ ഈ ഫ്രണ്ട് വരുന്ന ഈ ക്യാപ്പ് ഉണ്ടല്ലോ, ഈ സൈഡിലൂടെയുള്ള, അതായത് ഡോർ പാഡിനും സ്പീക്കറിനും ഇടയിലുള്ള ഗ്യാപ്പിലൂടെ ഈ സൗണ്ട് വേവ്സ് അപ്പുറത്തോട്ടോ ഈ സൈഡിലോട്ടൊന്നും പോകില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ നമുക്ക് അതിൻ്റെ ആ ഒരു ഔട്ട്പുട്ട് ലഭിക്കും ക്യാബിനിൽ. ഇനി ഇതിന് കൂടെ തന്നെ അക്കോസ്റ്റിക് സ്പേസർ റിങ്ങുകൾ വരുന്നുണ്ട്. അതായത് സ്പേസ് ഫില്ല് ചെയ്യാനായിട്ട് വരുന്ന ഇതുപോലുള്ള സ്പേസേഴ്സ് വരുന്നുണ്ട്. ഇതിങ്ങനെ അടയുന്നതുകൊണ്ടുള്ള ഗുണം എന്ന് വെച്ചാൽ ഈ സൗണ്ട് വേവ്സിനൊക്കെ കറക്റ്റ് ക്യാബിനിലോട്ട് ഒരു ഗ്യാപ്പും ഫില്ലിങ്ങോ അല്ലെങ്കിൽ ഒരു മിസ്സിങ്ങോ ഇല്ലാതെ തന്നെ അതിൻ്റെ സൗണ്ട് വേവ്സ് ഒക്കെ നമുക്ക് ക്യാബിനിലോട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ ഈ ഹൈ എൻഡ് സ്പീക്കേഴ്സ് ഒക്കെ ചെയ്യുമ്പോൾ നല്ല ഓഡിയോ ഔട്ടായിരിക്കും. ഇനി അതല്ല, ഒരു എൻട്രി ലെവലും മീഡിയം റേഞ്ച് സ്പീക്കേഴ്സ് ചെയ്യുമ്പോഴായാലും ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മാക്സിമം ഔട്ട് നമുക്ക് ലഭിക്കാനായിട്ട് കഴിയും. ഇതിനോട് കൂടെ തന്നെയാണ് ഈ ഒരു റൗണ്ട് ഷേപ്പിൽ വരുന്ന ഒരു പീസും വരുന്നത്. ഇത് നമ്മൾ എവിടെ കൊടുക്കുന്നത് വെച്ചാൽ ഡോറിൻ്റെ ഉള്ളിൽ, അതായത് ഇപ്പോൾ സ്പീക്കർ നമ്മൾ ഡോറിൽ സ്ക്രൂ ചെയ്ത് വെച്ചു, ഉൾവശത്തായിട്ട് ഇതിന് നേരെ പുറകിലായിട്ടാണ് ഇത് പ്ലേസ് ചെയ്യുന്നത്. ഈ അക്കോസ്റ്റിക് ഫോം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ നിന്നാണ് ഇതിൻ്റെ ആ ഒരു പേപ്പർ കോൺ വഴി നമുക്ക് സൗണ്ട് വേവ്സ് ആയിട്ട് നമ്മുടെ ക്യാബിനിലോട്ട് പോകുന്നത്. അപ്പോൾ അത് ക്ലിയർ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരം റിങ്ങുകൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇനി ഇതുപോലെ തന്നെ ഇതിൻ്റെ ഡിസ്റ്റോർഷനെയും നോയ്സ് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കാനായിട്ടാണ് നമ്മൾ ഉള്ളിൽ ഡോറിലായിട്ട് ഇത് പ്ലേസ് ചെയ്യുന്നത്. ഇതിൽ നിന്നും വരുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും വേവ്സോ കാര്യങ്ങളോ ഒക്കെ വരുമ്പോൾ അത് ഡോറിൽ പോയി റിഫ്ലക്റ്റ് ചെയ്ത് വീണ്ടും ഇതിൻ്റെ ആ ഒരു വർക്കിങ്ങിന് എഫക്റ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം അക്കോസ്റ്റിക് ഫോമുകൾ പുറകിൽ നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. നേരെ മറിച്ച് ഡാമ്പിങ് ചെയ്ത വെഹിക്കിൾ ആണെങ്കിൽ ഡാമ്പിങ് ഷീറ്റ് ഉണ്ടാവും. പക്ഷേ ഡാമ്പിങ് ഷീറ്റ് എന്ന് പറയുന്നത്, ഡാമ്പിങ് ഷീറ്റിൻ്റെ ഫസ്റ്റ് ലെയർ എന്ന് പറയുന്നത് ഒരു അലുമിനിയം അല്ലെങ്കിൽ ഒരു മെറ്റാലിക് ടച്ചുള്ള മെറ്റീരിയൽ ആയിരിക്കും. അപ്പോൾ അതിൽ നിന്ന് റിഫ്ലക്ഷൻ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതിനെ ഡിഫ്യൂസ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഫോമുകൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ വാഹനങ്ങളിൽ ഹൈ എൻഡ് ആയാലും ലോ എൻഡ് ആയാലും സ്പീക്കേഴ്സ് പ്ലേസ് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യുക. ഓഡിയോ ഒന്നുകൂടെ നല്ല ക്ലാരിറ്റി കിട്ടുന്നതായിരിക്കും. ഇതൊരു ഹെർട്സിൻ്റെ സ്പീക്കറാണ്. നമ്മൾ സ്കോർപിയോ എന്നിൽ ഇൻസ്റ്റാളേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് തിരിച്ചു വരാം.